ഹായ്, എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഓരോരുത്തരുടെ ഉള്ളിലും ഒരു ഭയങ്കര സൂപ്പർ പവർ ഒളിഞ്ഞിരിപ്പുണ്ട്. എന്താണെന്നറിയോ? നമ്മുടെ സ്വന്തം മനസ്സ്. അപ്പോ ഈ മനസ്സിന്റെ ശക്തിയെക്കുറിച്ച് സംസാരിക്കാൻ റെഡിയല്ലേ? നമുക്ക് തുടങ്ങാം. അപ്പോൾ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ ചിന്തകൾക്ക് നിങ്ങളുടെ ലൈഫ് അക്ഷരാർത്ഥത്തിൽ മാറ്റാൻ പറ്റുമോ? കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒരു മോട്ടിവേഷണൽ സ്പീച്ച് പോലെയൊക്കെ തോന്നാം, അല്ലേ? പക്ഷേ സംഭവം അങ്ങനെയല്ല. ഇതിന് പിന്നിൽ ശരിക്കും അതിശയിപ്പിക്കുന്ന ചില സയൻസ് ഉണ്ട്. സത്യം പറഞ്ഞാൽ ഇതത്ര പുതിയൊരു കണ്ടുപിടുത്തമൊന്നുമല്ല. ക്വാണ്ടം ഫിസിക്സൊക്കെ ഇതിനെപ്പറ്റി പണ്ടേ പറയുന്നുണ്ട്. നമ്മുടെ ചിന്തകളും നമ്മൾ ജീവിക്കുന്ന ഈ ലോകവും തമ്മിലൊരു കണക്ഷനുണ്ടെന്ന്. ഒരു ഉദാഹരണം പറയാം. ഒരു ബിൽഡിംഗ് പണിയുന്നതിന് മുമ്പ് ഒരു ബ്ലൂ പ്രിന്റ് വേണ്ടേ? അതുപോലെ നമ്മുടെ ചിന്തകളാണ് നമ്മുടെ ലൈഫിന്റെ ബ്ലൂ പ്രിന്റ്. ആ പ്ലാൻ അനുസരിച്ചായിരിക്കും നമ്മുടെ ജീവിതം മുന്നോട്ടു പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ കണക്ഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? എങ്ങനെയാണ് നമ്മുടെ മനസ്സ് റിയാലിറ്റിയെ, അതായത് യാഥാർത്ഥ്യത്തെ ഷേപ്പ് ചെയ്യുന്നത്? നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇതാണ് സംഭവം. നിങ്ങളുടെ മനസ്സ് ഒരു യാഥാർത്ഥ്യമായി മാറാൻ കഴിയും. അതായത് നമ്മുടെ ഉള്ളിലെ ചിന്തകൾക്ക് പുറത്തുള്ള ഫിസിക്കൽ വേൾഡിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റും. അതെ, അത്രയ്ക്ക് പവർഫുള്ളാണ് നിങ്ങളുടെ ചിന്തകൾ. ഇതൊന്ന് നോക്കിക്കേ. പോസിറ്റീവായി ചിന്തിക്കുന്ന ഒരാൾക്ക് നല്ല കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതേസമയം എപ്പോഴും നെഗറ്റീവായി ചിന്തിക്കുന്ന ഒരാളോ, അയാൾക്ക് നെഗറ്റീവ് സാഹചര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടും. ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മുടെ ചിന്തകൾ, അത് പോസിറ്റീവായാലും നെഗറ്റീവായാലും, അതനുസരിച്ചുള്ള സാഹചര്യങ്ങളെ നമ്മളിലേക്ക് ആകർഷിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞ ആ ലൈഫിന്റെ ബ്ലൂ പ്രിന്റ് അതെങ്ങനെയാണ് ഉണ്ടാവുന്നത്? നമ്മുടെ വിശ്വാസങ്ങൾ, അതായത് ബിലീഫ്സ്, അതെവിടെ നിന്നാണ് വരുന്നത്? എങ്ങനെയാണ് അത് ഇത്ര സ്ട്രോങ് ആവുന്നത്? നമുക്ക് നോക്കാം. നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ശരിക്കും ഭൂതകാലത്തിന്റെ ഒരു ലിവിംഗ് റെക്കോർഡാണ്. അതായത് നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസസ്, നമ്മുടെ ഓർമ്മകൾ, ഇതെല്ലാം നമ്മുടെ തലച്ചോറിൽ ചില പാറ്റേൺസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പാറ്റേൺസ് ആണ് നമ്മൾ ഓരോ കാര്യങ്ങളെയും എങ്ങനെ കാണണം, എന്ത് വിശ്വസിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത്. ഈ വിശ്വാസങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഇതൊരു പ്രോസസ്സാണ്. ആദ്യം ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു ഫീലിംഗ് വരുന്നു. നമ്മൾ ആ ചിന്തയോ ഫീലിംഗോ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോൾ അത് പതിയെ നമ്മുടെ ഒരു മനോഭാവം, ഒരു ആറ്റിറ്റ്യൂഡായി മാറും. ഈ ആറ്റിറ്റ്യൂഡ് പിന്നെയും പിന്നെയും ആവർത്തിക്കുമ്പോഴോ അത് നമ്മുടെ ഒരു ഉറച്ച വിശ്വാസം, അതായത് ബിലീഫായി മാറും. അവസാനം ഈ വിശ്വാസങ്ങളുടെ കണ്ണട വെച്ചായിരിക്കും നമ്മൾ ഈ ലോകത്തെ കാണുന്നത്. അതായത് നമ്മളിപ്പോൾ വിശ്വസിക്കുന്ന പല കാര്യങ്ങളും വെറും പഴയ ഓർമ്മകളെ ബേസ് ചെയ്ത് ഉണ്ടാക്കിയെടുത്തതാണ്. ഇത് ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. കാരണം എന്താണെന്നോ? പഴയ ഓർമ്മകളെ അടിസ്ഥാനമാക്കിയുള്ള കഥകളാണ് നമ്മുടെ വിശ്വാസമെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് പുതിയ കഥകൾ എഴുതാം, അല്ലേ? പുതിയ വിശ്വാസങ്ങൾ ഉണ്ടാക്കാം. ഓക്കെ, ഇനി നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഭാഗത്തേക്ക് വരാം. ഈ അറിവൊക്കെ വെച്ച് നമ്മുടെ ബ്രെയിനിനെ നല്ല കാര്യങ്ങൾക്കായി എങ്ങനെ ട്രിക്ക് ചെയ്യാം, അല്ലെങ്കിൽ മാറ്റിയെടുക്കാം എന്ന് നോക്കിയാലോ? ഇവിടെയാണ് ആ വലിയ രഹസ്യം വരുന്നത്. വളരെ സിമ്പിളാണ്, പക്ഷേ ഭയങ്കര പവർഫുള്ളാണ്. എന്താണെന്നറിയോ? നമ്മുടെ തലച്ചോറിന് ഒരു യഥാർത്ഥ അനുഭവം, നമ്മൾ മനസ്സിൽ വ്യക്തമായി ഭാവനയിൽ കാണുന്നൊരു കാര്യവും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാൻ പറ്റില്ല. അതായത് നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു കാര്യം ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഭാവിയിൽ ചെയ്യാൻ പോകുന്നൊരു കാര്യം മനസ്സിൽ സങ്കല്പിക്കുമ്പോഴും രണ്ടവസരങ്ങളിലും നിങ്ങളുടെ തലച്ചോറിന്റെ പ്രവർത്തനം മാറുന്നുണ്ട്. പുതിയ വികാരങ്ങളുണ്ടാകുന്നുണ്ട്. എന്തിന്, നിങ്ങളുടെ ജീനുകൾക്ക് വരെ പുതിയ സിഗ്നലുകൾ കിട്ടുന്നുണ്ട്. തലച്ചോറിന് രണ്ടും ഒരുപോലെയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഞാൻ എന്ന് തുടങ്ങുന്ന കാര്യങ്ങൾ പറയുമ്പോൾ, ഉദാഹരണത്തിന് ഞാൻ കോൺഫിഡൻ്റ് ആണ് അല്ലെങ്കിൽ ഞാൻ സക്സസ്ഫുൾ ആണ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ശരിക്കും എന്താ ചെയ്യുന്നത്? നിങ്ങളുടെ മനസ്സും ശരീരവും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഭാവിക്ക് വേണ്ടി ഒരുങ്ങുകയാണെന്ന് നിങ്ങൾ സ്വയം പ്രഖ്യാപിക്കുകയാണ്. ആ വാക്കുകൾക്ക് അത്രയ്ക്ക് പവറുണ്ട്. ശരി, ഇത്രയും നേരം നമ്മൾ തിയറി പറഞ്ഞു. ഇനി കുറച്ച് പ്രാക്ടിക്കലാകാം, അല്ലേ? നിങ്ങളുടെ ഭാവിയെ ഇപ്പോൾ തന്നെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നൊരു ടൂൾ, അതാണ് നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത്. മെന്റൽ റിഹേഴ്സൽ എന്നാണ് ഈ ടെക്നിക്കിന്റെ പേര്. പേര് കേട്ട് പേടിക്കണ്ട, സംഭവം സിമ്പിളാണ്. കണ്ണുകളടച്ച് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം ചെയ്യുന്നതായിട്ട് വീണ്ടും വീണ്ടും സങ്കല്പിക്കുക. നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഭാവിയെ മനസ്സിൽ കണ്ട് റിഹേഴ്സ് ചെയ്യുക. അത്രയേ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്നല്ലേ? ഒന്നാമത്തെ സ്റ്റെപ്പ്, കണ്ണുകളടച്ചൊന്ന് ഫോക്കസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഭാവി വളരെ ക്ലിയറായിട്ട് മനസ്സിൽ കാണുക. വെറുതെ കണ്ടാൽ പോരാ. ആ ഭാവിയിൽ നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത്, ആ സന്തോഷം, ആ ആത്മവിശ്വാസം, അതെല്ലാം ഇപ്പോഴേ അനുഭവിക്കാൻ ശ്രമിക്കുക. അതേസമയം നിങ്ങൾ ഉപേക്ഷിക്കാൻ പോകുന്ന പഴയ നിങ്ങളെ ഓർക്കുക. ഒപ്പം നിങ്ങളായിത്തീരാൻ പോകുന്ന ആ പുതിയ വ്യക്തിയെ മനസ്സുകൊണ്ട് സ്വാഗതം ചെയ്യുക. അപ്പോൾ ഈ പ്രാക്ടീസിന്റെ പ്രധാന ലക്ഷ്യം എന്താണെന്ന് വച്ചാൽ നമ്മുടെ ഒരു സ്റ്റേറ്റ് ഓഫ് ബീയിങ്, അതായത് നമ്മുടെ അവസ്ഥയെ തന്നെ മാറ്റുക എന്നതാണ്. നമ്മുടെ പഴയ ലിമിറ്റഡ് ചിന്തകളിൽ നിന്ന് മാറി പുതിയ സാധ്യതകളിലേക്ക് വരിക. അതുകൊണ്ട് ഒരു കാര്യം എപ്പോഴും ഓർക്കുക, നിങ്ങളുടെ ജനിതക വിധിയുടെ താക്കോൽ അത് നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. അല്ലാതെ
പാരമ്പര്യമായി കിട്ടിയതോ പണ്ടെന്നോ സംഭവിച്ചതോ ആയ കാര്യങ്ങളല്ല നിങ്ങളുടെ ഭാവിയെ നിയന്ത്രിക്കുന്നത്. അത് നിങ്ങളാണ്. ഇങ്ങനെ ചിന്തിച്ചാൽ മതി. നമ്മുടെ ജീനുകൾ എന്ന് പറയുന്നത് ഒരു ലൈബ്രറി പോലെയാണ്. അവിടെ ഒരുപാട് സാധ്യതകളുടെ പുസ്തകങ്ങളുണ്ട്. അതിലേത് കഥ വായിക്കണമെന്ന് തീരുമാനിക്കുന്നത് ആരാണ്? അത് നിങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ഏത് കഥയാണ് തിരഞ്ഞെടുക്കാൻ പോകുന്നത്?